ഇനി വരട്ടെ പ്ലാവ് മുറിക്കാൻ. രാമു സമയത്തിന് വന്നില്ലായിരുന്നുവെങ്കിൽ അവന്മാർ ഈ പ്ലാവ് മുറിച്ചേൻ. ഈ വയസ്സുകാലത്ത് അമ്മാവന് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? അതാണ് എന്റെ അച്ഛൻ. മനസ്സിലായോ? വാസു, നമുക്ക് പോവാം. ഈ പഞ്ചായത്തിന്റെ ഭരണം നീ ഏറ്റെടുത്തോ? മനസ്സിലായില്ല. ഭാസിയുടെ മരം മുറിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ആ മരം നിൽക്കുന്നത് വാസുവിന്റെ പുരയിടത്തിലാണ്. എന്നാര് പറഞ്ഞു? ഈ നാട്ടുകാർക്കെല്ലാം അത് അറിയുകയും ചെയ്യാം. നാട്ടുകാരുടെ പേര് പറഞ്ഞ് അന്യന്റെ വസ്തു കയ്യേറരുത്. പ്രസിഡന്റിന്റെ ബലം വെച്ച് കണ്ടവന്റെ വസ്തുവിൽ ശിങ്കിടികളും കയ്യേറരുത്. അനാവശ്യം പറയരുത്. നീ കാരണം ഈ പഞ്ചായത്തിൽ മാന്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വന്നിരിക്കുന്നു. ഓഹോ, ഈ പഞ്ചായത്തിൽ മാന്യന്മാരുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയല്ലോ. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് ഈ നാട്ടുകാർക്ക് പറ്റിയൊരു കൈപ്പഴ മാത്രം. പറ്റിയ കൈപ്പിഴ തിരുത്താൻ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യും. ഈ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാം നിങ്ങളുടെ പിന്നിലാണെന്നായിരിക്കും ഭാവം. അതിനെന്താ സംശയം? എന്നാലും ഒന്ന് കാണണമല്ലോ. മിസ്റ്റർ ബാസി, ആ മരം നിങ്ങളുടേതാണ്. അത് വെട്ടാനുള്ള അവകാശം നിങ്ങൾക്കാണ്. ആ മരത്തിൽ തൊടുന്നവന്റെ കൈവെട്ടും. പട്ടാളം പാർട്ടി ആള് വളരെ മോശമാണ്. അത് കണ്ടു കഴിഞ്ഞ കാര്യം. ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷമിച്ചു. ഇനിയും കളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അധ്വാനിച്ചാ ഞങ്ങൾ ജീവിക്കുന്നത്. പൊതുജനത്തിന്റെ പേരിൽ സേവനമെന്നും വിപ്ലവമെന്നും പറഞ്ഞ് അന്യന്റെ മുതൽ തട്ടിയെടുക്കുന്നതായിരിക്കും അധ്വാനം. താൻ മിണ്ടായിരിക്കടോ. താനത് പറയാം. അറിയണോ? രാമു, ഇത് നിന്റെ റൗഡിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല. കടക്കു പുറത്ത്. നിങ്ങൾ ആളെ ചെന്ന് വിളിപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. മനസ്സിലായി. നിനക്ക് പോകാം. വിളിക്കുമ്പോ വരാനും പറയുമ്പോ പോകാനും വേറെ ആളെ അന്വേഷിക്കണം. ഇറങ്ങണ പുറത്ത്. ഇറങ്ങിയില്ലെങ്കിൽ രാമു ഇരിക്കടാ. പ്രസിഡന്റ് ഇറക്കി വിടുന്നൊന്ന് കാണട്ടെ. പട്ടാളം ഭാസിയുണ്ട്, വീരപരാക്രമിയായ ദാസപ്പനുണ്ട്, മർമാണി സ്വാമിയുണ്ട്, പൈൽവാൻ ഭാസ്കരനുണ്ട്. നീ ഇരിക്കും, ഇവരിറക്കി വിടട്ടെ. ഈ നാറിയ കഥയിൽ ആരിരിക്കാൻ? വരാം, നമുക്ക് പോ. ആ മരത്തേലെങ്ങനെ തൊട്ടുപോയാൽ രണ്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീടാണല്ലോ ഞാനും വിചാരിച്ചു. എന്റെ കൈ അറിയിച്ചു വന്നതാണ്. പിന്നെ വേണ്ടെന്ന് ഞാനും വിചാരിച്ചു. അവന്മാര് വരെ അടിച്ചോളയോന്ന് ഞാനും വിചാരിച്ചു. ഓ, എല്ലാവരും വിചാരിച്ചല്ലോ. അത് മതി. ശാന്തി, ഒന്ന് നിൽക്കൂ. വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ, അല്പം വൈകി. ശാന്തിക്ക് എന്നോട് പരിഭവമായിരിക്കും. എന്തിന്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് രാമുവിനോട് ഒരു വിരോധമില്ല. പക്ഷെ അയാള് എനിക്കെതിരായിട്ട് പലതരത്തിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചേട്ടനൊരു പ്രത്യേക പ്രകൃതിക്കാരനാണ്. ഞാൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ലേ? ഇവിടെ ഭരണം നടത്താൻ എനിക്കറിയില്ലേ? രാമു ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ? അല്പം മുൻകോപം ഉണ്ടെന്ന് ഒഴിച്ചാൽ ചേട്ടൻ ശുദ്ധനാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ രാമു എനിക്കെതിരായി ഒപ്പുശേഖരണം നടത്തുന്നത് കേട്ടല്ലോ. അങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ചേട്ടൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും താല്പര്യമുള്ള ആളല്ല. എല്ലാം ഞാൻ സഹിക്കുന്നത് ശാന്തിയെ മാത്രം കരുതിയ. അതല്ലെങ്കിൽ ആ മരമെട്ട് കേസ് ഞാൻ അവനെ അകത്താക്കില്ലേ? വാസുചേട്ടന്റെ അച്ഛനെ വെച്ച് പിടിപ്പിച്ചതല്ലേ? അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാള് അതിന്റെ അവകാശം പറഞ്ഞു വന്നാൽ? അവകാശി ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് മുറിക്കുന്നതിൽ ഇടപെടരുത് എന്ന് വിലക്കിയത് ഞാനല്ലേ? അന്യായം ആര് കാണിച്ചാലും എന്റെ ചേട്ടൻ അത് സഹിക്കില്ല.
ഫലം ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ നിന്റെ ഈ മുഖം കരുതി എല്ലാം ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ആരുടെ ഔദാര്യം എന്റെ ചേട്ടന് ആവശ്യമില്ല. രാമു, നീ കാരണം ഈ പെണ്ണിന്റെ ഭാവി കൂടെ നശിക്കുന്ന ലക്ഷണങ്ങളാണല്ലോടാ കാണുന്നത്. ഞാൻ എന്ത് തെറ്റിയെന്ന് അച്ഛൻ പറയുന്നേ? പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടല്ലോടാ അവർക്ക് അവിടെ ജോലി കിട്ടിയത്. അവരൊക്കെ ഈ നാട്ടിലെ കൊള്ളാവുന്നവരല്ലേ? അവരൊക്കെ എവനെന്തിനെ വെറുപ്പിക്കുന്നത്? ആരുടെ ഔദാര്യം കൊണ്ടല്ല, PSC ടെസ്റ്റ് എഴുതി റാങ്കും കിട്ടി, അതുകൊണ്ടാണ് ജോലി കിട്ടിയത്. അച്ഛനെ പോലുള്ള ശുദ്ധഗതിക്കാരാണ് അവനൊക്കെ വെച്ച് വായിക്കുന്നത്. കൊള്ളാവുന്നവരെയൊക്കെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ നാട്ടിൽ കഴിഞ്ഞുകൊള്ളു? ഓ, ഇത് കേട്ടാ തോന്നുമല്ലോ ഈ നാട് മുഴുവൻ അയാളുടെ തലയിലാണെന്ന്. നീയും കൂടെ അവന്റെ കൂടെ ചേർന്നോടി. അച്ഛൻ എന്തറിയോ, ആ ഓഫീസിനകത്ത് നടക്കുന്നത് അഴിമതിയും കൊള്ളതായ്മമാണ്. ഈ പത്മനാഭന്റെ പത്ത് ചക്രം കിട്ടാൻ ഒരു പ്രത്യേക ഭാഗ്യം തന്നെ വേണം. അച്ഛാ, പത്മനാഭന്റെ പണമൊക്കെ പണ്ടായിരുന്നു. ഇപ്പോ റിസർവ് ബാങ്ക് നോട്ട് അടച്ചപ്പോഴും കൊടുത്തു. നീ പോടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ. അച്ഛൻ പറയുന്നതിടെ തോന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വത്തെടുത്ത് നമുക്ക് ശമ്പളം കൊടുക്കുന്നത്. അല്ലടാ, നിന്റെ വലിയ കാരണവന്മാര് സമ്പാദി കേൾപ്പിച്ചാച്ച് പോയതാ. ആ, നീ കൊണ്ടും കൊടുത്ത് നടന്നു. വരണം, വന്ന് കുളിക്കണം. ഇവന്റെ ഭാഷയുണ്ടല്ലോ. ഏതാണ്ട് ഈ പ്രായത്തിൽ ഞാനും ഇതുപോലായിരുന്നു. എനിക്കറിയാൻ വയ്യാത്ത പോലെ വരണം. കുളിക്കാം. ഇത് കുറയുന്നില്ലല്ലോ. കുഞ്ഞു ഭയന്നതാ, ആ കാലവാടം വലിച്ചെറിഞ്ഞതല്ലേ. തൽക്കാലം അവന്മാർ രക്ഷപ്പെട്ടു. ഓരോരുത്തനെയായിട്ട് സൗകര്യത്തിന് എന്റെ അടുത്ത് കിട്ടും. കാളമക്കളെ, ഒരു മരമല്ലേ, നീ വഴക്കിനൊന്നും പോകണ്ട. മോക്കെങ്ങനെയുണ്ട്? പനി കുറയുന്നില്ല മോളെ. ദാ ചേച്ചി വന്നിരിക്കുന്നു. ഉണത്തണ്ട, ഉറങ്ങട്ടെ. മോളൊന്ന് പോയില്ലേ? ഒരു പോകാൻ വന്ന വഴിയാണമ്മേ. എന്റെ മോനെ അവന്മാർ ഇത് ചിഞ്ച പോലെ ചതച്ചു കളഞ്ഞു. കുഞ്ഞ് ശാന്തി ഓഫീസിൽ പോയിക്കോ, സമയം വരട്ടെ.